നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ഭരണം പിടിക്കാൻ വാഗ്ദാന പെരുമഴയുമായി ഇടതു വലതു മുന്നണികൾ. ക്ഷേമ പെൻഷൻ 3000 ആക്കുമെന്ന് ഇരു മുന്നണികളും. 60 ദിന പരിപാടികളുമായി LDFന്റെ പ്രകടന പത്രിക. 50% സ്ത്രീകൾക്കും കേരളത്തിൽ പഠിക്കുന്ന എല്ലാവർക്കും ജോലിയെന്നും LDF. ശബരിമല ആചാര സംരക്ഷണത്തിന് പ്രത്യേക നിയമം കൊണ്ടുവരുമെന്നും ആശാ വർക്കർമാരുടെ പ്രതിദിന വേതനം 700 രൂപയാക്കുമെന്നും UDF പ്രകടന പത്രിക. വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് നുർബീന റഷീദ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ചർച്ച നടത്തിയില്ലെന്നും ലീഗിൽ തുടരുമെന്നും നുർബീന. ബംഗാൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. ജുഡീഷ്യൽ ഓഫീസർമാരെ തടഞ്ഞത് ക്രിമിനൽ കോടതി ലക്ഷ്യം. നിയമം കയ്യിലെടുക്കാൻ സർക്കാരിനെ അനുവദിക്കില്ല എന്നും സുപ്രീം കോടതി. പ്രതിരോധ മേഖലയിലെ കയറ്റുമതിയിൽ പുതിയ ചരിത്രം കുറിച്ച് ഇന്ത്യ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 32,424 കോടി രൂപയിലെത്തി. എക്കാലത്തെയും ഉയർന്ന റെക്കോർഡെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. Booster ignition. Now bound for the moon. Humanity's good roll pitch. ചരിത്ര നിമിഷത്തിന് സാക്ഷിയായി ലോകം. നാസയുടെ ആർടെമിസ് 2 SLS റോക്കറ്റ് വിക്ഷേപണം വിജയകരം. 4 യാത്രികരുമായി ഓറിയോൻ ഭൗമ ഭ്രമണപഥത്തിൽ. അടുത്ത ഘട്ടം ചാന്ദ്ര ഭ്രമണപഥ പ്രവേശനം. ചന്ദ്രനെ ചുറ്റി പഠനം നടത്തുക ലക്ഷ്യം. ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്ക ജയിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ നേതൃനിര ഒന്നടങ്കം നശിച്ചുവെന്നും ആണവായുധം നിർമ്മിക്കാൻ ഇറാനെ അനുവദിക്കില്ല എന്നും പ്രസിഡന്റ്. ട്രംപിന്റെ അവകാശവാദങ്ങൾ തള്ളി ഇറാൻ. IPLൽ ആദ്യ ജയം തേടി കൊൽക്കത്തയും ഹൈദരാബാദും ഇന്ന് നേർക്കുനേർ. മത്സരം രാത്രി 7:30 മുതൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ്. 60 ദിന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമായി LDFന്റെ പ്രകടന പത്രിക. എല്ലാ ക്ഷേമ പെൻഷനുകളും 3000 രൂപയായി വർദ്ധിപ്പിക്കും. എല്ലാവർക്കും പാർപ്പിടം, ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയ നിരവധി വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത്. കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യും. കിടപ്പു രോഗികൾക്ക് സമ്പൂർണ്ണ പരിരക്ഷ. വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉറപ്പാക്കും. സ്ത്രീകളിൽ 50% പേർക്ക് തൊഴിലുറപ്പ് തുടങ്ങി സകല മേഖലകളെയും പരാമർശിച്ചുകൊണ്ടാണ് പ്രകടന പത്രിക കടന്നുപോകുന്നത്. അതിവേഗ റെയിൽപാത ശ്രമം തുടരും. ജലപാത, വാട്ടർ മെട്രോ, ശബരിമല മാസ്റ്റർ പ്ലാൻ എന്നിവയും പത്രികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നമുക്ക് മറ്റൊട്ടേറെ പ്രതിസന്ധികൾ ഈ കാലയളവിൽ നേരിടേണ്ടി വരും. അതാണ് 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, അടുത്ത വർഷം ഉണ്ടായ അതിരൂക്ഷമായ കാലവർഷക്കെടുതി, തൊട്ടു പിന്നാലെ വന്ന കോവിഡ് മഹാമാരി, അതിനെല്ലാം മുൻപ് പൂക്കിയും നിപ്പയും. വമ്പൻ വാഗ്ദാനങ്ങളുമായി UDF പ്രകടന പത്രിക പുറത്തിറക്കി. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ രേവന്ത് റെഡ്ഡിയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ശബരിമല ആചാര സംരക്ഷണ നിയമം, സാമൂഹ്യക്ഷേമ പെൻഷൻ അവകാശമാക്കൽ, റബ്ബർ താങ്ങുവില 300 രൂപയാക്കൽ തുടങ്ങിയവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഊന്നിയാണ് പ്രകടന പത്രിക. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം, ക്ഷേമ പെൻഷനുകൾ 3000 രൂപയായി വർദ്ധിപ്പിക്കൽ, സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് പലിശരഹിത വായ്പ, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് തുടങ്ങിയവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. KSRTC ബസ്സിൽ സൗജന്യ യാത്ര, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം. മൂന്നാമത്, യുവാക്കൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ. നാലാമത്, നമുക്കറിയാം ചികിത്സാ ചെലവ് വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ചികിത്സാ ചെലവ് 1/3 കുറയ്ക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി. അഞ്ചാമത്തത്,
അഞ്ചാമത്തത് വയോജനങ്ങൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിനായിട്ടുള്ള വയോജന വകുപ്പിന്റെ രൂപീകരണം. അതുകൂടാതെയുള്ള ഒരു പ്രധാനപ്പെട്ട ഡിക്ലറേഷൻ ഇപ്പോൾ 2000 രൂപ കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷ. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, വമ്പൻ വാഗ്ദാനങ്ങളാണ് UDFന്റെ പ്രകടന പത്രികയിൽ നിന്നും അറിയാനാവുന്നത്. എടുത്തു പറയാവുന്ന വാഗ്ദാനങ്ങൾ അത് ഏതൊക്കെയാണ്? പ്രധാനമായും നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ച നേരത്തെ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി ബന്ധപ്പെട്ട 5 കാര്യങ്ങൾ, അതായത് ആരോഗ്യ ഇൻഷുറൻസ്, സൗജന്യ യാത്ര, വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ എന്നുള്ള, അതിനുശേഷം എല്ലാ സമസ്ത മേഖലകളെയും സ്വാധീനിക്കുകയും സ്പർശിക്കുകയും ചെയ്യുന്ന 39 ദിനങ്ങളിൽ സ്വാധീനിക്കുകയും സ്പർശിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് വാഗ്ദാനങ്ങളായി നൽകിയത്. പക്ഷേ ഇത് ചോദ്യങ്ങളായി ഉയർന്നപ്പോൾ തെലങ്കാനയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മുമ്പിൽ നിന്നാണ് അത് വിശദീകരിച്ചത്. കാരണം തെലങ്കാനയിൽ 100 ദിവസത്തിനുള്ളിൽ ഇത് നടപ്പിലാക്കാൻ കോൺഗ്രസിനെ കൂടി സാധിച്ചു. ഈ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ തള്ളിക്കളയേണ്ട അല്ലെങ്കിൽ പരിഹസിക്കപ്പെടേണ്ട ഒരു സാധനമല്ല എന്ന് UDF അധികാരത്തിലേറിയാൽ വ്യക്തമാകും. അത് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരു മോണിറ്ററിംഗ് അതോറിറ്റിയെ കൂടി നിയോഗിക്കാൻ തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു 4-5 പദ്ധതികളുണ്ട്. അത് മിഷൻ സമുദ്രയാണ്. അതായത് തീരദേശവും 44 നദികളും തടാകങ്ങളും ഒക്കെ യോജിപ്പിച്ചുകൊണ്ട് അതിൻ്റെ സമഗ്ര സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു ഒരു മിഷൻ സമുദ്ര പദ്ധതി ആണ് നടപ്പാക്കുന്നത്. അതുപോലെ വ്യോമയാന വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ, MSME സംരംഭങ്ങൾക്ക് വേണ്ടി 100 കോടിയിലധികം വാർഷിക വരുമാനമുള്ള 10,000-ത്തിലധികം സംരംഭങ്ങൾ സംസ്ഥാനം ഒട്ടാകെ ആരംഭിക്കാനുള്ള പദ്ധതികൾ, അങ്ങനെ വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി, അങ്ങനെ കുറേ സ്വപ്ന പദ്ധതികൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ റബ്ബറിൻ്റെ താങ്ങുവില 300 രൂപയാക്കുന്നു, ആശാവർക്കർമാരുടെ പണം അവരുടെ വിഹിതം കൂട്ടുന്നു, ഒപ്പം തന്നെ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകുന്നു, ആശാവർക്കർമാർക്ക് ദിവസവേതനം 700 രൂപയും അംഗൻവാടി തൊഴിലാളികൾക്കും പാചക തൊഴിലാളികൾക്കും അടക്കമുള്ളവരുടെ വേതനം പരിഷ്കരിക്കാനും തീരുമാനമായിട്ടുണ്ട്. കാരണം അത് തീരുമാനമല്ല, പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. മദ്യനയം സംബന്ധിച്ച് ലഹരിയുടെ വ്യാപനം നിയന്ത്രിക്കുമെന്ന് പറഞ്ഞെങ്കിലും ബാറുകൾ അടയ്ക്കുമോ എന്നുള്ള ചോദ്യത്തിന് അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്ന കാര്യത്തിലൊന്നും പ്രഖ്യാപനങ്ങൾ നടത്തിയില്ല. പക്ഷേ ഈ അഴിച്ചുവിട്ട പോലെയുള്ള ഒരു മദ്യശാലകൾ നൽകുന്ന ഒരു രീതികൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് കുറഞ്ഞ നിലവിൽ വിവാഹം നടത്താൻ വേണ്ടി സുമംഗലി വിവാഹ മണ്ഡപങ്ങൾ നടപ്പാക്കും. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ബെഡ് ഉറപ്പാക്കാനുള്ള ഒരു അടിസ്ഥാന ആവശ്യമായിട്ട് അത് ഉറപ്പിക്കും. ഒപ്പം തന്നെ കേരളത്തിലെ ക്യാമ്പസുകൾ റാഗിംഗ് തടയാനുള്ള ഒരു പദ്ധതി, അത് ഒരു ആപ്പ് സംവിധാനത്തിലൂടെ തന്നെ നടപ്പാക്കും. ഒപ്പം +1 സീറ്റിൻ്റെ പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരത്തിൻ്റെ ഭാഗമായി അധികമായ +1 ബാച്ചുകൾ ഏർപ്പെടുത്തും. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊപ്പം തന്നെ പ്രത്യേക കാർഷിക ബജറ്റ് അവതരിപ്പിക്കുമെന്നും ഒപ്പം വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് 50% അധികം തുക നൽകാനും, ഒപ്പം ഒരു പുതിയ കാര്യം കേരളത്തിൻ്റെ പാചകകലയെ ലോകം എമ്പാടും അറിയിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി ഒരു പ്രത്യേക പദ്ധതി തയ്യാറാക്കി ഈ ആഗോള ടൂറിസം, അതായത് നമ്മുടെ ടൂറിസം പദ്ധതി പോലെ തന്നെ ഭക്ഷ്യ ടൂറിസം ഒരു പ്രധാന മേഖലയാക്കി വർദ്ധിപ്പിക്കുമെന്ന് അത് വ്യാപിപ്പിക്കാനുള്ള പരിപാടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഒരു ബജറ്റാണ്, അല്ല ഒരു പ്രകടന പത്രികയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനുള്ള ബജറ്റ് എങ്ങനെ കണ്ടെത്തുമെന്ന് ചോദിച്ചപ്പോൾ കേരളത്തിലുള്ള പല വിഹിതങ്ങളും, അതായത് പിന്നെ ഗോൾഡ്, സ്വർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ട്. അത്തരം തുകകളിൽ നിന്ന് സമാഹരിച്ചുകൊണ്ട് വന്നാൽ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസമാണ് VD സതീശൻ പ്രകടിപ്പിച്ചത്. എന്തായാലും എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു പ്രകടന പത്രികയാണ് ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നത്. ആദ്യം നേരത്തെ രാഹുൽ ഗാന്ധി പുറത്തിറക്കിയ ഇന്ദിരാ ഗ്യാരണ്ടി ആ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രകടന പത്രികയും പുറത്തിറക്കിയിരിക്കുന്നത്. പ്രകടന പത്രികയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ശ്രീജിത്ത്. വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് നുർബീന റഷീദ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ചർച്ച നടത്തിയില്ലെന്നും ലീഗിൽ തുടരുമെന്നും നുർബീന അറിയിച്ചു. നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാനാവില്ല എന്നും നുർബീന. പാലക്കാട് പ്രചാരണത്തിന് ഇടയിൽ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞതിൽ വ്യാപക പ്രതിഷേധം. അതേസമയം സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിനാലാണ് രമേശ് പിഷാരടിയെ തടഞ്ഞത് എന്നാണ് BJPയുടെ വിശദീകരണം. അതേസമയം രമേശ് പിഷാരടിക്ക് ഐക്യദാർഢ്യവുമായി LDF സ്ഥാനാർത്ഥി NMR റസാഖും രംഗത്തെത്തി. ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്നും വോട്ട് ചോദിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്നും NMR റസാഖ് പറഞ്ഞു. പാലക്കാട് നഗരത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി
ഒരു സ്ഥലത്ത് പര്യടനത്തിന് പോയ സമയത്ത് അവിടെ വേറൊരു പാർട്ടിയിൽപ്പെട്ട കുറച്ചുപേർ അത് തടയുകയും തടഞ്ഞിട്ട് അദ്ദേഹത്തിന് തിരിച്ചയക്കുകയൊക്കെ ചെയ്തിരുന്നു. നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ മണ്ണിൽ ഇമാതിരിയുള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ല. പാലക്കാട്ടുകാരുടെ മനസ്സ് അങ്ങനെയുള്ളതല്ല. പ്രിയമുള്ള എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും ഇമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. ഒരാൾ നമ്മുടെ പ്രദേശത്ത് വന്ന് വോട്ട് ചോദിച്ചിട്ട് പോകുന്നത് കൊണ്ട് നമ്മളെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ ആദർശം അങ്ങനെ മാറിപ്പോകുന്നില്ല. വോട്ട് ചോദിക്കാനുള്ള അവകാശം എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഉണ്ട്. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി KC വേണുഗോപാൽ MP. BJPയെ പോലെ CPM-ഉം പെരുമാറുന്നുവെന്ന് വേണുഗോപാൽ. കണ്ണൂരിൽ വ്യാപകമായി സ്ഥാനാർത്ഥികളുടെ പ്രചാരണം തടയുന്നുവെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പിഷാരടിയെ തടഞ്ഞ സംഭവത്തിൽ പാലക്കാട്ടെ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തി തിരിച്ചടി നൽകുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. എന്തായാലും അവർക്ക് നിരാശയാണ് BJPക്കാർക്ക്. ഒരു സീറ്റും ജയിക്കാൻ പോകുന്നില്ല. ആ ജയിക്കാൻ പോകാത്തതിൻ്റെ പ്രയാസം ഇങ്ങനെ സ്ഥാനാർത്ഥിയെ തടഞ്ഞു നിർത്തിയാൽ ജനങ്ങൾ അത് വിലയിരുത്തി തക്ക മറുപടി കൊടുക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. അവരുടെ അഖിലേന്ത്യാ നേതാക്കന്മാരാണ് മറുപടി പറയേണ്ടത്. സ്ഥാനാർത്ഥികൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയണം അതിനകത്ത്. അങ്ങനെ തടഞ്ഞവർക്കെതിരെ എന്ത് നടപടിയാണ് അവർ സ്വീകരിക്കുന്നതെന്ന് അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. പയ്യന്നൂരിൽ വ്യാജ തെരഞ്ഞെടുപ്പ് കാർഡുകൾ സമ്പാദിക്കുന്നുവെന്ന KC വേണുഗോപാലിന്റെ ആരോപണത്തെ തള്ളി P ജയരാജൻ. നിലവാരം കുറഞ്ഞ പ്രസ്താവനയായി കണക്കാക്കുന്നു. തളിപ്പറമ്പിൽ പരാജയഭീതി മൂത്ത് UDF സ്ഥാനാർത്ഥി നിലവിട്ട് പെരുമാറുകയാണെന്നും CPM സംസ്ഥാന സമിതി അംഗം P ജയരാജൻ പറഞ്ഞു. UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന വ്യക്തി ദുരാരോപണങ്ങളും നുണപ്രചരണങ്ങളുമായി വന്നിരിക്കുകയാണ്. അവസരവാദത്തിൻ്റെയും വിശ്വാസവഞ്ചനയുടെയും ആൾരൂപമായിട്ടുള്ള UDF സ്ഥാനാർത്ഥിക്ക് വോട്ടർമാർക്കിടയിൽ തീരെ മതിപ്പില്ലെന്ന വസ്തുത കോൺഗ്രസിലെയും ലീഗിലെയും പ്രവർത്തകരിൽ വലിയൊരു ശതമാനത്തെ പുറകോട്ടടിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് ട്രെയിനിന് നേരെയുണ്ടായ കല്ലേറിൽ പരിക്കേറ്റ കുട്ടിയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുമെന്ന് സുരേഷ് ഗോപി MP. ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ കർശനമായ നിയമം കൊണ്ടുവരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. റെയിൽവേ പോലീസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു. ഇന്നലെ ഐശ്വര്യയുടെ അച്ഛനെ ഇന്നലെ അദ്ദേഹം സ്റ്റേഷനിൽ വെച്ച് കാണുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ രാത്രി അശ്വിനി വൈഷ്ണവിനെ വിളിച്ച് ഇതിൻ്റെ സംഭവങ്ങളെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് മുഴുവൻ ഒരു റിപ്പോർട്ട് വേണം. മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ ഇത് എങ്ങനെ രാജ്യത്തെവിടെയൊക്കെ ഇതിന് കർശനമായ ഒരു നിയമം കൊണ്ടുവന്ന് ഇത് കൂട്ടിക്കെട്ടിക്കണം. അതിനുവേണ്ടി ഞാൻ ജനങ്ങളുടെ കൂടെ നിൽക്കും. പ്രതിരോധ മേഖലയിലെ കയറ്റുമതിയിൽ പുതിയ ചരിത്രം കുറിച്ച് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,424 കോടി രൂപയിലെത്തി. എക്കാലത്തെയും ഉയർന്ന റെക്കോർഡ് എന്നും പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയായി ഉയർത്തുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. 2025-26 സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ കയറ്റുമതിയിൽ റെക്കോർഡ് വർധനവാണ് ഇന്ത്യ കരസ്ഥമാക്കിയത്. പ്രതിരോധ മേഖലയിൽ 38,424 കോടി രൂപയുടെ കയറ്റുമതിയുണ്ടായി. മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 62.66% വളർച്ച രേഖപ്പെടുത്തിയെന്നും ഇത് എക്കാലത്തെയും മികച്ച റെക്കോർഡാണെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ മേഖലയിലും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് രാജ്യം പുതിയ നേട്ടങ്ങൾ കൈവരിച്ചുവെന്നും രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചു. ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്കും തദ്ദേശീയ കഴിവുകൾക്കും ആഗോളതലത്തിൽ വിശ്വാസ്യത വർദ്ധിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രതിരോധ കയറ്റുമതി വളരെ വേഗത്തിൽ 50,000 കോടി രൂപയായി ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും രാജ്നാഥ് സിംഗ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ആയുധങ്ങൾ, യുദ്ധോപകരണങ്ങളുടെ ഭാഗങ്ങൾ, പ്രതിരോധ മേഖലയിലെ മറ്റ് സംവിധാനങ്ങളും ഏകദേശം 100-ലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. മുൻപ് വിവിധ മേഖലകളിൽ ഇറക്കുമതിയെ ആശ്രയിച്ച് മുൻപോട്ടു പോയിരുന്ന ഇന്ത്യ ഇന്ന് പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ആഭ്യന്തര ഉൽപാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കുന്നത് സാമ്പത്തിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് വിലയിരുത്തൽ. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
ജുഡീഷ്യൽ ഓഫീസർമാരെ തടഞ്ഞ സംഭവത്തിൽ പശ്ചിമബംഗാൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. ഞെട്ടിപ്പിക്കുന്ന സംഭവമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. സംസ്ഥാന ഭരണകൂടത്തിന്റെ പൂർണ്ണ പരാജയമെന്നും വിമർശനം. സംഭവത്തിൽ ചീഫ് സെക്രട്ടറി, DGP തുടങ്ങിയവരോട് കോടതി വിശദീകരണം തേടി. SIR നടപടിയുമായി ബന്ധപ്പെട്ട് കോടതി നിയോഗിച്ച ജുഡീഷ്യൽ സംഘത്തെയായിരുന്നു കഴിഞ്ഞ ദിവസം മാൾഡയിൽ ആൾക്കൂട്ടം മണിക്കൂറുകളോളം തടഞ്ഞുവെച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഈ ജുഡീഷ്യൽ ഓഫീസർമാരെ തടഞ്ഞ സംഭവത്തിൽ പശ്ചിമബംഗാൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? പശ്ചിമ ബംഗാളിലെ മാൾഡയിലായിരുന്നു ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിരീക്ഷണത്തിനെത്തിയിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസർമാരെ ജനക്കൂട്ടം തടഞ്ഞുവെച്ചത്. മാൾഡയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിക്ക് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെക്കുകയും ഏകദേശം 9 മണിക്കൂർ 4 വനിതാ ജഡ്ജിമാരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ജനക്കൂട്ടം ഇത്തരത്തിൽ തടഞ്ഞുവെച്ചിരുന്നു. ഈ വിഷയത്തിലാണ് സംസ്ഥാന സർക്കാരിനെതിരെയും ചീഫ് സെക്രട്ടറിയും DGPയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയും രൂക്ഷമായ വിമർശനം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഈ ഒരു കേസ് പരിഗണിച്ചത്. ഈ ഒരു സംഭവത്തിൽ ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു വിമർശനവും ഒപ്പം ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുള്ളത്. പശ്ചിമ ബംഗാൾ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ചേരിതിരിവുള്ള സംസ്ഥാനമാണ് എന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ഒപ്പം അഡ്വക്കേറ്റ് ജനറലിനോട് കോടതി ഉന്നയിച്ചത് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല. ഒപ്പം കുറ്റവാളികൾ ആരൊക്കെയാണ് എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് നിങ്ങൾക്കൊരു ധാരണയുണ്ടോ എന്ന ചോദ്യം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉയർന്നിട്ടുണ്ട്. ഒപ്പം സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സംഭവം നടക്കും എന്നുള്ള വിവരം മുൻകൂട്ടി ലഭിച്ചിട്ടും ആ വിഷയത്തിൽ ഇടപെടാനോ ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പാക്കാനോ ഈ ചീഫ് സെക്രട്ടറിയോ DGPയോ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചില്ല. അത് കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ജുഡീഷ്യൽ ഓഫീസർമാരെ തടഞ്ഞ സംഭവത്തിൽ പശ്ചിമബംഗാൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നു സുപ്രീം കോടതി. ചരിത്രം സൃഷ്ടിച്ച് നാസയുടെ ആർട്ടിമിസ് 2 ദൗത്യം. മനുഷ്യനെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിക്കുന്ന ദൗത്യത്തിന്റെ വിക്ഷേപണം ഇന്ത്യൻ സമയം പുലർച്ചെ 4:06 നടന്നു. 4 പേരെ വഹിച്ച് SLS റോക്കറ്റ് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് കുതിച്ചുയർന്നത്. 10 ദിവസത്തെ യാത്രയിൽ 4 അംഗ സംഘം ചന്ദ്രനെ ചുറ്റും. 4, 3, 2, 1. Booster ignition. Artemis 2 now bound for the moon. നാസയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആർട്ടിമിസ് പ്രോഗ്രാമിലെ മനുഷ്യസഞ്ചാര ദൗത്യമാണ് ആർട്ടിമിസ് 2. 4 ബഹിരാകാശ യാത്രികർ ചന്ദ്രനെ വലം വച്ച് ഭൂമിയിലേക്ക് തിരികെ വരുന്ന പരീക്ഷണ പറക്കലാണിത്. ഈ ദൗത്യത്തിൽ ബഹിരാകാശ പേടകം ചന്ദ്രന്റെ ഉപരിതലത്തിൽ ലാൻഡിംഗ് നടത്തില്ല. ചന്ദ്രനിലേക്കും പിന്നീട് ചൊവ്വയിലേക്കും മനുഷ്യനെ സ്ഥിരമായി എത്തിക്കാനുള്ള നാസയുടെ ബൃഹത്തായ പദ്ധതിയുടെ നിർണായകമായ ഒരു ചുവടുവയ്പായാണ് ആർട്ടിമിസ് 2വിനെ കണക്കാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ സ്പേസ് ലോഞ്ച് സിസ്റ്റമാണ് വിക്ഷേപണത്തിനായി ഉപയോഗിച്ചത്. ഇന്റഗ്രിറ്റി എന്ന് പേരിട്ടിരിക്കുന്ന ഓറിയോൺ ക്യാപ്സ്യൂളിലാണ് യാത്രികർ സഞ്ചരിക്കുന്നത്. ഓറിയോൺ ബഹിരാകാശ പേടകത്തിലെ ജീവൻ നിലനിർത്തുന്ന വസ്തുക്കളും മറ്റു നിർണായക സംവിധാനങ്ങളും ആർട്ടിമിസ് 2 ദൗത്യത്തിൽ പരിശോധിക്കും. ദൗത്യത്തിലെ കണ്ടെത്തലുകളും പരീക്ഷണങ്ങളും അനുഭവ സമ്പത്തും ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന അടുത്ത ദൗത്യം ആർട്ടിമിസ് 3യെ കൂടുതൽ എളുപ്പമാക്കും. റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റിന കോച്ച്, ജെറമി ഹാൻസൺ എന്നിവരാണ് ദൗത്യത്തിൽ പങ്കെടുക്കുന്ന സഞ്ചാരികൾ. ഒരു സ്ത്രീയും ഒരു കറുത്ത വർഗ്ഗക്കാരനും ഭാഗമാകുന്ന ചരിത്രത്തിലെ ആദ്യ മനുഷ്യചാന്ദ്ര ദൗത്യമാണിത്. മനുഷ്യരുമായി ഒരു ബഹിരാകാശ യാനവും ചെന്നിട്ടില്ലാത്ത അത്രയും ദൂരത്തിൽ ദൗത്യത്തിന്റെ ഒരു ഘട്ടത്തിൽ ഓറിയോൺ എത്തും. റൈസ് എന്ന ചെറു പാവയും സംഘത്തോടൊപ്പമുണ്ട്. ആ പാവയ്ക്കുള്ളിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത 56 ലക്ഷം മനുഷ്യരുടെ പേരടങ്ങിയ മെമ്മറി കാർഡും. നാസയുടെ സെൻഡ് യുവർ നെയിം ടു ദ മൂൺ ക്യാമ്പയിനിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകൾ അടങ്ങിയ SD കാർഡാണിത്. ബഹിരാകാശ പര്യവേക്ഷണത്തിൽ സാധാരണ ജനങ്ങൾക്കും പങ്കാളിത്തവും താല്പര്യവും ഉള്ളതാക്കാൻ ലക്ഷ്യമിട്ടാണിത്. ജീവൻ രക്ഷാ സംവിധാനങ്ങളടക്കം പരീക്ഷിക്കുന്നതിനായി ചന്ദ്രന് ചുറ്റും പേടകം അതിവേഗം കറങ്ങും. ഭാവിയിലെ ചന്ദ്രനിലേക്കുള്ള യാത്രകൾക്കുള്ള നിർണായകമായ പരിശീലനമായി കണക്കാക്കപ്പെടുന്നതാണ് ഈ ദൗത്യം. സാങ്കേതിക തകരാറുകളെ തുടർന്നാണ് ഫെബ്രുവരിയിൽ നടക്കേണ്ടിയിരുന്ന ദൗത്യം നീണ്ടത്. 1972 അവസാന ചാന്ദ്ര ദൗത്യം അപ്പോളോ നടന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്ക ജയിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ നേതൃനിര ഒന്നടങ്കം നശിച്ചുവെന്നും മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കാനുള്ള ശേഷി ഗണ്യമായി കുറഞ്ഞുവെന്നും ട്രംപ് അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. എന്നാൽ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയില്ല. ഇറാന് നിർണായകമായ തിരിച്ചടി നൽകിയതിന് US-ലെ സായുധ സേനയെ ട്രംപ് പ്രശംസിച്ചു. തങ്ങൾ പ്രധാന യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്റെ വക്കിലാണ്. ഈ സൈനിക നടപടി ഉടൻ തന്നെ പൂർത്തിയാകും.
ഇറാന്റെ നാവികസേന പൂർണ്ണമായും ഇല്ലാതായെന്നും വ്യോമസേന തകർന്നടിഞ്ഞ നിലയിലാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ നേതൃനിരയിലെ ഭൂരിഭാഗം പേരെയും വധിച്ചതായും ട്രംപ് പറഞ്ഞു. താൻ എപ്പോഴും നയതന്ത്രത്തിന്റെ പാത തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇറാൻ എല്ലാ കരാർ ശ്രമങ്ങളെയും നിരസിച്ചുകൊണ്ട് തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു. മറ്റു പ്രസിഡന്റുമാർ ചെയ്ത തെറ്റ് താൻ തിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് വിശദീകരിച്ചു. Progress we've made, I can say tonight that we are on track to complete all of America's military objectives shortly, very shortly. We are going to hit them extremely hard over the next 2 to 3 weeks. We're going to bring them back to the Stone Ages where they belong. In the meantime, discussions are ongoing. Regime change was. പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷികളായ ഇസ്രയേൽ, സൗദി അറേബ്യ, ഖത്തർ, UAE, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾക്ക് ട്രംപ് നന്ദി പറഞ്ഞു. ഒരു തരത്തിലും ഒരു രൂപത്തിലും അവർക്ക് പരിക്കേൽക്കാനോ അവർ പരാജയപ്പെടാനോ തങ്ങൾ അനുവദിക്കില്ലെന്നും ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തു. ഹോർമുസ് കടലിടുക്ക് വഴി എണ്ണ ഇറക്കുമതി ചെയ്യുന്ന മറ്റ് രാജ്യങ്ങൾ ആ പാതയുടെ സംരക്ഷണം ഏറ്റെടുക്കണമെന്നും US-ന് അതിന്റെ ആവശ്യമില്ലെന്നും ട്രംപ് പറഞ്ഞു. Go to the strait and just take it, protect it, use it for yourselves. വെനസ്വേല ഉള്ളതിനാൽ അമേരിക്കയ്ക്ക് ഇനി പശ്ചിമേഷ്യയിൽ നിന്ന് എണ്ണ വേണ്ട. ഇന്ധനം ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങൾ US-ൽ നിന്ന് എണ്ണ വാങ്ങാൻ ട്രംപ് നിർദ്ദേശം നൽകി. തങ്ങളുടെ പക്കൽ ധാരാളം എണ്ണയുണ്ടെന്നും ട്രംപ് പറഞ്ഞു. അതിനിടെ അമേരിക്കൻ ജനതയ്ക്ക് ഇറാൻ പ്രസിഡന്റ് തുറന്ന കത്തയച്ചു. സാധാരണക്കാരോട് ഒരു ശത്രുതയുമില്ലെന്ന് കത്തിൽ പറയുന്നു. യുദ്ധവും സമാധാനവും തമ്മിലുള്ള തിരഞ്ഞെടുപ്പ് വരും തലമുറകളുടെ ഭാവി നിർണ്ണയിക്കും. ആധുനിക കാലത്ത് ഇറാൻ ഒരു യുദ്ധവും തുടങ്ങിവച്ചിട്ടില്ലെന്നും കത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. യാത്രാ നിരക്ക് കൂട്ടി ഇൻഡിഗോ വിമാന കമ്പനി. ആഭ്യന്തര സർവീസ് നിരക്കും വിദേശ യാത്രാ നിരക്കും കൂട്ടിയിട്ടുണ്ട്. 500 കിലോമീറ്ററിൽ താഴെ കുറഞ്ഞത് 275 രൂപയാണ് കൂടുക. 2500 രൂപ മുതലാണ് വിദേശ യാത്രാ നിരക്കിലെ വർധനവ്. അതിനിടെ സ്വകാര്യ കമ്പനിയായ ഷെൽ ഇന്ത്യ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 7 രൂപ 41 പൈസയും ഡീസലിന് 25 രൂപ 1 പൈസയുമാണ് കൂട്ടിയത്. ക്രിസ്തുദേവന്റെ അന്ത്യാത്താഴത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. സിറോ മലബാർ സഭ ആസ്ഥാനത്ത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ശുശ്രൂഷകളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പരിവർത്തനത്തിന്റെ കടന്നുപോകലാണ് പെസഹ എന്ന് വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു. പെസഹ ദിനത്തോട് അനുബന്ധിച്ച് ദേവാലയങ്ങളിൽ തിരുവത്താഴ ദിവ്യബലിയും കാൽകഴുകൽ ശുശ്രൂഷയും നടക്കും. യേശു തന്റെ ശിഷ്യന്മാരുടെ ഒപ്പം അവസാനമായി പങ്കെടുത്ത പെസഹ ആഘോഷത്തിന്റെയും അദ്ദേഹം കഴിച്ച അവസാന അത്താഴത്തിന്റെയും ഓർമ്മ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പെസഹ ആചരിക്കുന്നത്. അന്ത്യ അത്താഴവേളയിൽ ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതനുസ്മരിച്ച് കാൽ കഴുകൽ ചടങ്ങും ദേവാലയങ്ങളിൽ നടന്നു. വിവിധ സഭകളുടെ നേതൃത്വത്തിൽ കേരളമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിൽ ദിവ്യബലി കാലുകഴുകൽ ശുശ്രൂഷയ്ക്ക് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊച്ചിയിൽ സീറോ മലബാർ സഭ ആസ്ഥാനത്ത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടേലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ശുശ്രൂഷകൾ നടന്നത്. പരിവർത്തനത്തിന്റെ കടന്നുപോകലാണ് പെസഹമെന്ന് റാഫേൽ തട്ടേൽ പറഞ്ഞു. ക്രൈസ്തവ കുടുംബങ്ങളിൽ മക്കളുടെ എണ്ണം കുറയുന്നത് വൈദികരെ കുറക്കുന്നു. വൈദികരുടെ എണ്ണം കുറയുന്നത് നല്ല ലക്ഷണമല്ല. മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാകണമെന്നും അദ്ദേഹം പെസഹ സന്ദേശത്തിൽ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്പേസ് എന്ന് പറയുന്നത് ദ സ്പേസ് ഫോർ ഇംപ്രൂവ്മെന്റ്. നമ്മെ തന്നെ പുതുക്കാൻ, നമ്മെ തന്നെ നവീകരിക്കാൻ, നമ്മെ തന്നെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരെ നന്നാക്കാനായിട്ട് നമ്മൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. കാൽവരിക്കുന്നിൽ യേശു കുരിശുമരണം വരിച്ചതിന്റെ അനുസ്മരണത്തിന് നാളെ ദുഃഖവെള്ളി ആചരിക്കും. യേശുദേവൻ ഉയർത്തെഴുന്നേറ്റതിന്റെ ആഘോഷമായി ഞായറാഴ്ചയാണ് ഈസ്റ്റർ. വെള്ളിയാഴ്ച രാവിലെ നഗരങ്ങളിൽ വിവിധ സഭാ വിശ്വാസികൾ കുരിശും പേറി കുരിശിന്റെ വഴിയും നടത്തും. അമൃത ന്യൂസ്, കൊച്ചി. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. കൊൽക്കത്തയിൽ വൈകിട്ട് 7:30-ക്കാണ് കളി തുടങ്ങുക. കൊൽക്കത്തയും ഹൈദരാബാദും ആദ്യ ജയം ലക്ഷ്യമിട്ടാണ് ഈഡൻ ഗാർഡൻസിൽ നേർക്കുനേർ വരുന്നത്. നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനോട് തോറ്റപ്പോൾ സൺറൈസേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോടാണ് പരാജയപ്പെട്ടത്.
വാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.